ഹലോ പാരൻസ്, കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോൻ്റെ ഒരു രണ്ടാം ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനെ ഒരു രണ്ടാം ഭാഗം എന്ന് വിചാരിക്കേണ്ട, ഇതൊരു ക്ലാരിഫൈഡ് വീഡിയോയാണ്. പല പാരൻസും എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ കുട്ടിക്ക് ADHD ഉണ്ടോ, ഇനി നമ്മൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് പറഞ്ഞ പലർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് കുട്ടിക്ക് ADHD ഉണ്ടോയെന്ന് സംശയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ലക്ഷണങ്ങളും ADHD ആവണമെന്നില്ല. നമ്മൾ പുതിയൊരു സ്ഥലത്ത് ചെല്ലുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു എക്സാമിന് പോലുന്നു, അല്ലെങ്കിൽ ഒരു ഡാൻസിന് ചെല്ലുന്നു ആദ്യമായിട്ട്. എന്തായിരിക്കും നമ്മുടെ ഫീലിങ്സ്? നമ്മൾക്ക് ഇപ്പോൾ ഒരു 18-19 വയസ്സുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ 35-36 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. എന്താണ് നമ്മുടെ അവസ്ഥ? പോലീസ് വിളിപ്പിച്ചിട്ടാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. എന്താ നമ്മുടെ അവസ്ഥ? നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവും, നമ്മുടെ കൈയും കാലും വിറയ്ക്കും. എന്തിനായിരിക്കും എന്നെ വിളിച്ചത്, എന്താണ് പ്രശ്നം, നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? വാഷ്റൂമിൽ പോകാൻ നമുക്ക് തോന്നും, നമ്മുടെ കൈയും കാലും വിറയ്ക്കും, ഹാർട്ട് ബീറ്റ് കൂടും, നന്നായി വിയർക്കും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു സംഭവം കേൾക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഈ പറഞ്ഞ ഇഷ്യൂസൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നേരിടുന്നത്. പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റിൽ പാരൻസ് അപ്പനും അമ്മയും മാത്രമായിട്ട് ജീവിക്കുന്ന ഫ്ലാറ്റിലാണെങ്കിൽ മിക്കവാറും അമ്മയും ജോലിക്ക് പോവും, അപ്പനും ജോലിക്ക് പോവും, കുട്ടിയോട് സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെ വരുമ്പോൾ കുട്ടി മിക്കവാറും തന്നെ ഒറ്റപ്പെട്ടായിരിക്കും ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അവൻ പറിച്ചു നടന്നത് ഒരു പ്ലേ സ്കൂളിലേക്കായിരിക്കാം. ചിലപ്പോൾ പ്ലേ സ്കൂളിലും പോവില്ല, LKG-യിലേക്കോ UKG-യിലേക്കോ ആയിരിക്കാം. ആ ഒരു സാഹചര്യം കുട്ടി എങ്ങനെയാണ് നേരിടുക എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഇനി അതൊന്നുമല്ല, LKG UKG ഒരു സ്കൂളിൽ പഠിച്ചു, അത് കഴിഞ്ഞ് അവൻ വേറെ സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ആങ്സൈറ്റി എന്താണ്? ഇനി LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പഠിച്ചു, ഓക്കെ, 7th വരെ സ്കൂളിലേക്ക് പഠിച്ചു. ഇനി 8th പോകുമ്പോൾ അവർക്കൊന്നും ടെൻഷൻ എന്താണ്? എങ്ങനെയായിരിക്കും എൻ്റെ ഫ്രണ്ട്സ്, അവരോട് ഞാൻ എങ്ങനെയായിരിക്കും പെരുമാറുക, ആ ടീച്ചർ എങ്ങനെയായിരിക്കും, ഞാൻ പഠിച്ച അതേ രീതി തന്നെയായിരിക്കും ഞാൻ ഫോളോ ചെയ്യേണ്ടി വരിക. ഈ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്കുണ്ട്. നിനക്കെന്താ, ഇതൊക്കെ നിനക്ക് അങ്ങ് ഫേസ് ചെയ്താൽ പോരെന്ന് പല പാരൻസും ചോദിക്കാറുണ്ട്. ഇതിന് പാരൻസ് സമീപിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ വന്നത്, നിനക്ക് അങ്ങ് പോയാൽ മതി, ഓക്കെ, ഞങ്ങൾ ഇതൊക്കെ തന്നെ കഴിഞ്ഞിട്ടാണ് വന്നത് എന്നാണ് പാരൻസ് പറയുന്നത്. ഇത് ഈ പറയുന്ന ഇതിൽ മാത്രമല്ല, എല്ലാ പാരൻസും ഈവൻ ഇൻലോസ് ആണെങ്കിലും പുതിയതായിട്ട് വരുന്ന ഒരാളോട് ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കാം. അപ്പം അവരുടെ സാഹചര്യത്തിൽ നോക്കി അവരുടെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ കുട്ടി വന്നു കഴിയുമ്പോൾ കുട്ടിയോട് ചോദിക്കുക, എന്താണ് നിൻ്റെ സ്കൂളിലെ സിറ്റുവേഷൻ? നമ്മൾ പല പാരൻസും കുട്ടിയെ സ്കൂളിൽ വിട്ട് വന്നു കഴിയുമ്പോൾ, നിന്നെ എന്താ പഠിപ്പിച്ചത്, നിന്റെ ഫുഡ് മുഴുവൻ കഴിച്ചോ, അങ്ങനെ ചോദിക്കുക. അതേസമയം നമ്മൾ കുട്ടിയോട് പറയാണ്, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ദിവസം, നീ ഹാപ്പി ആയിരുന്നോ? ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോളിന്ന് സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എൻ്റെ മോൻ ഇന്ന് എന്താണ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നോ, ആരെങ്കിലും മോനെ വിഷമിപ്പിച്ചോ, ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പം നമ്മൾ തമ്മിൽ, ആ അമ്മയും കുഞ്ഞും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവും. നമ്മൾ ഡെയിലി ചോദിച്ചു നോക്കൂ, ചില പാരൻസ് പറയാറുണ്ട്, കുട്ടി വന്നു കഴിഞ്ഞാൽ ഒരു വിശേഷവും പറയില്ല സ്കൂളിലെ. പക്ഷെ നമ്മൾ ഡെയിലി സംസാരിച്ച് നോക്കൂ, സ്കൂളിലെ പഠിത്തം മാത്രമല്ല, പഠിത്തം എന്നുള്ളത് ഒരു ഘടകമാണ്. അതിനപ്പുറം അവന് ബോണ്ടിങ് ഉണ്ടാവണം, അവൻ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കണം, ഫ്രണ്ട്സായിട്ട് കൂട്ടുകൂടണം. ഇതെല്ലാം നമ്മൾ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മളതൊന്നും മനസ്സിലാക്കാതെ കുട്ടിയുടെ പഠിത്തം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അവൻ നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. ഈ പഠിത്തം കഴിഞ്ഞ് അവന് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവനൊരു നല്ല മനുഷ്യനായിരിക്കണം. ഇതൊന്നും ഇവിടെ പ്രായോഗികമല്ല. എല്ലാവരും പഠിത്തം മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ വന്നു കഴിയുമ്പോൾ പാരൻസ് കുഞ്ഞിനോട് ചോദിക്കുക, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ദിവസം, ഓക്കെ. അപ്പോൾ അവൻ്റെ വിശേഷങ്ങളൊക്കെ പറയും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവന് സ്കൂളിൽ കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം പറഞ്ഞത് നോട്ട്സ് എഴുതത്തില്ല. ഈ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നോട്ട്സ് എഴുതുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നത്തില്ല. നമ്മൾ ചില കാര്യങ്ങൾ വെരി സില്ലി എന്ന് പറയുന്ന പോലെ കുഞ്ഞുങ്ങളും അവർക്ക് നോട്ട്സ് കൊടുക്കുന്നത് വളരെ സില്ലി ആയിട്ടാണ് എടുക്കുക. നോട്ട്സൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുക, നോട്ട്സ് എഴുതുക എന്നുള്ളത് നമ്മളുടെ മോട്ടിവേഷണലായിട്ട് നമ്മൾ കൊടുക്കുക. ഇതിൽ പലതും ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇഷ്യൂ. അത് ലേണിംഗ് ഡിസബിലിറ്റി ADHD ഒന്നും ആയിരിക്കില്ല, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല,
മടി. അപ്പം നമ്മൾ ചെയ്യുക എന്നുള്ളത് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു വരിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുട്ടി എഴുതിയിട്ട് വരിക. നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക, വാവ് വെരി ഗുഡ് സൂപ്പർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കുട്ടിയുടെ നോട്ട്ബുക്ക് മേടിക്കുക. നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയുടെ നോട്ട്സ് എഴുതുന്ന ഒരു കുട്ടിയുടെ നോട്ട്ബുക്ക് മേടിക്കുക. മേടിച്ച് നമ്മൾ ചോദിക്കും, നോക്ക് അവനെല്ലാം എഴുതിയിട്ടുണ്ട്, ഓക്കെ മിടുക്കൻ, എന്ത് രസമായിട്ട് എഴുതിയിരിക്കണത്. അത് നമ്മളൊരു ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെക്കുക. കണ്ട, ഈ ന്യൂസ് പേപ്പറിൽ എഴുതിയിരിക്കുന്ന പോലെ എത്ര വലിയ പാരഗ്രാഫാണ് ഇവൻ എഴുതിയിരിക്കുന്നത്, അതുപോലെ എഴുതിയ എൻ്റെ മോന് മിടുക്കനാവില്ലേ. അപ്പോൾ മോൻ നാളെ എഴുതണം, പെട്ടെന്ന് അത്ര എഴുതിയിട്ട് വരണം കേട്ടോ അമ്മ, എന്നാൽ മോന് സ്റ്റാർ തരാം. ഞാനീ പറയുമ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കും അമ്മ ഭയങ്കര കൊഞ്ചിച്ച് വളർത്തുന്ന അമ്മയാണല്ലോ എന്ന്. നമ്മൾ ആദ്യം മോട്ടിവേഷനാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. നമ്മൾ മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവസാനമാണ് നമ്മളൊരു 10 പ്രാവശ്യം പറഞ്ഞിട്ടും അല്ലെങ്കിൽ പറഞ്ഞിട്ടും കുട്ടി ഒരു വിധത്തിൽ നമ്മൾ സഹകരിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു അടി കൊണ്ട് അവസാനിപ്പിക്കേണ്ടത്. ഓക്കെ, ഞാനും അതിങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മൾ ഒരു കുട്ടീനെ നമ്മളൊരു ചാക്കോമാഷ് എന്ന ലെവലിൽ നിന്ന് നമ്മൾ യഥാർത്ഥ ഒരു അമ്മയായി മാറുന്നത് ശരിക്കും കുട്ടിയുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നോട്ട്സ് എഴുതുക എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ഇതെല്ലാം കൊറോണ വിഷയം എന്ന് വെച്ചാൽ, കൊറോണ സമയത്ത് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകേണ്ട കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് പ്രോപ്പർ ബേസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഫോണിക്സ്, അതായത് ഇപ്പോൾ LKGയിലും തന്നെ LKG UKGയിലും തന്നെ ഫോണിക്സ്, ലെറ്റേഴ്സ് എല്ലാം പഠിക്കും. റീഡിങ്ങും റൈറ്റിങ്ങും അവർക്ക് കോപ്പി ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് ഡിഫിക്കൽട്ടീസ് ആ കുട്ടികൾക്ക് ഇപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ അടുത്തിരുത്തി 1-to-1 അറ്റൻഷനിൽ അവരുടെ ബേസ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ ബേസ് ക്ലിയർ ആയാൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് താനേ വന്നോളും. ഇനി ഇതെല്ലാം സ്റ്റെപ്സും നമ്മൾ പ്രോപ്പറായി ചെയ്തിട്ടും കുട്ടി പൊതുവിടങ്ങളിൽ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കുട്ടിയുടെ ന്യൂസൻസ് ആവുകയാണ്. അവൻ എന്താ ചെയ്യുന്നറിയില്ല, അവൻ ഭയങ്കര ബാഡ് ബിഹേവിയേഴ്സ് കാണിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക. അവർ കുട്ടീനെ അസസ് ചെയ്യും. അവരുടെ റീഡിങ്ങും റൈറ്റിങ്ങും അവൻ്റെ ബിഹേവിയറും എല്ലാം അസസ് ചെയ്യും. അവർ റിപ്പോർട്ട് തരും. ആ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടാവും നമ്മുടെ കുട്ടിയുടെ കറണ്ട് പ്രോബ്ലം എന്താണെന്ന്. അതനുസരിച്ച് ചിലപ്പോൾ മിക്കവാറും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയാൽ മതിയാവും. പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ അവിടെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ മതിയാവും. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് വല്ല തെറാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ ക്ലാരിഫൈഡ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അത് മനസ്സിലായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.